നോമ്പുകാലത്തിൻ്റെ പുണ്യങ്ങളിലായിരിക്കുന്ന ഈശോ മിശിഹായിൽ ഏറ്റവും വാത്സല്യം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, സ്നേഹനിർഭരമായ ഒരജപാലന ശുശ്രൂഷയുടെ മനോഭാവങ്ങളിലേക്കാണ് ഈശോ നമ്മളെ ഈ ആഴ്ച കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒരജപാലകൻ്റെ, ഒരു പുരോഹിതൻ്റെ ത്രിവിധ ദൗത്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രീസ്റ്റ്ലി, പ്രോഫറ്റിക് ആൻഡ് കിങ്ലി. വിശുദ്ധീകരിക്കുക, പഠിപ്പിക്കുക, നയിക്കുക. ഈ 3 ദൗത്യങ്ങളും മനോഹരമായി സന്നിവേശിപ്പിച്ച ഒരു നിത്യപുരോഹിതൻ്റെ ജീവിതശൈലിയിലെ പ്രത്യേകതയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയുടെ ശൈലിയിലൂടെ നമ്മുടെ മുമ്പിലെത്തണം. ഈശോ എന്തും മനോഹരമായ അജപാലന ദൗത്യമാണ് സക്കേവൂസിനെ സമീപിച്ചുകൊണ്ട് ചെയ്യുന്നതെന്ന് ഓർത്ത് നോക്കി. അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, അവൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു, കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവൻ്റെ ജീവിതം തന്നെ വ്യത്യസ്തമായൊരു ജീവിത നവീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇതല്ലേ നോമ്പ് കാലത്ത് നടക്കേണ്ടത്? ഈ ഒരു സുന്ദരമായ ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ സക്കേവൂസിനെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഒന്നാമത്തെ ചിന്ത, ഈശോയുടെ അജപാലന ശൈലിയുടെ ഭാവം എനിക്കും നമ്മൾ ഓരോരുത്തർക്കും സ്വന്തമാകണമെന്ന ആഗ്രഹവും പ്രാർത്ഥനയാണ്. അപ്പോൾ എന്നിൽ രൂപഭാവങ്ങൾ സംഭവിക്കും, എന്നിൽ ജീവിത നവീകരണം സംഭവിക്കും, എന്നിലൊരു നോമ്പ് സംഭവിക്കും, ഉപവാസം സംഭവിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ചിന്ത കടന്നു വരുന്നത് സക്കേവൂസിലേക്കാണ്. സക്കേവൂസിൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഈശോയുടെ അജപാലന ശൈലിയുടെ പ്രത്യേകതകൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നത് എന്ത് മാറ്റമാണ് നമ്മുടെ പ്രിയപ്പെട്ട സക്കേവൂസിലുണ്ടായതെന്നുള്ളതാണ്. ഈ മനുഷ്യനിലുണ്ടായ ഒരു ഇഫക്റ്റിനെ ഞാൻ ഓമനപ്പേരിൽ ഒരു സക്കേവൂസ് ഇഫക്റ്റ് എന്ന് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ സക്കേവൂസ് ഇഫക്റ്റിൽ നടക്കുന്നത് 5 ഭാവങ്ങളാണ്. 5 വഴികളിലൂടെയാണ് ഈ മനുഷ്യൻ നടന്നു പോകുന്നത്. അതിനെ ഒരു ചെറിയ വാക്കായിട്ട് ഞാൻ രൂപപ്പെടുത്തിയാൽ, ഡിക്ഷണറിയിലുള്ള ഒരു വാക്കല്ല, മറിച്ച് ചില കാര്യങ്ങൾ ചേർത്ത് വെച്ചൊരു വാക്ക് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഡിയോലസ് എന്ന് പറഞ്ഞാൽ ഈ സക്കേവൂസിൽ നടക്കുന്ന ഒരു മെറ്റോനിയോയ ഇഫക്റ്റ്, ഒരു രൂപാന്തരീകരണ ഇഫക്റ്റ്, തിരിച്ചു നടക്കലിൻ്റെ ഇഫക്റ്റ് നടക്കാൻ കാരണമായത് സക്കേവൂസ് നടന്ന വഴികളിലെ DOLS കാര്യങ്ങളാണ്. വേറൊന്നുമല്ല. D for desire, E for effort, O for obedience, L for listening, എല്ലാവർക്കും അറിയാം, S for sharing. വളരെ മനോഹരമാണ് സക്കേവൂസിൻ്റെ ജീവിത വഴിത്താരകളിലൂടെ നമ്മളിങ്ങനെ നോക്കി നിന്ന് കാണുന്നത്. സക്കേവൂസ് ഒരിക്കലും ആഗ്രഹിക്കുകയാണ്, വളരെ ആഗ്രഹം അദ്ദേഹത്തിൽ ജനിക്കുന്നു. ഡിസയർ, അത് ഡിറ്റർമിനേഷൻ. അതായത് ഈശോയെ കാണണം, ചുങ്കക്കാരെയും പാപികളെയും ചേർത്ത് നിർത്തുന്നവൻ, സൗഖ്യം നൽകുന്നവൻ, അവനെ ഒന്ന് സ്നേഹത്തോടെ കാണണമെന്നൊരൊറ്റ ആഗ്രഹം, അത് തീവ്രമായ ആഗ്രഹം ഉണ്ടായി എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഈ ആഗ്രഹം അവനെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ, അവൻ എത്രമാത്രം ആഴത്തിലുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ അത്രമാത്രം എടുക്കണം. മീൻസ് എഫേർട്ട്, പരിശ്രമങ്ങൾ എടുക്കുകയാണ്. നമ്മൾ വചനത്തിൻ്റെ വഴിത്താരകളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാം, അവൻ മുമ്പേ ഓടുന്നു, അവൻ സിക്കമൂർ മരത്തിൽ കയറുന്നു, നോക്കിയിരിക്കുന്നു. വളരെ മനോഹരമല്ലേ? അതായത് ഈശോ വരുന്ന വഴി ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അതിൻ്റെ മുമ്പേ ഓടുകയാണ് ആ വഴിയുടെ. എന്നിട്ട് അവിടെ ഈശോയെ കാണാൻ എന്ത് മാർഗമാണ് എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സിക്കമൂർ മരം കാണും, അതിൻ്റെ മുകളിൽ കയറുന്നു. അവിടെ നോക്കി ഈശോയെ കണ്ണ് നട്ടിങ്ങനെ ഇരിക്കുക. ഇത് എഫേർട്ടാണ്. നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ട എഫേർട്ട് സക്കേവൂസ് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അടുത്ത കാര്യം നമുക്കറിയാം, ഓ ഫോർ ഒബീഡിയൻസ് ആണ്, അനുസരണയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ ആ സിക്കമൂർ മരത്തിൻ്റെ താഴെ വന്ന് നിൽക്കുന്നു. ഈശോയുടെ കണ്ണുകൾ സക്കേവൂസിലേക്ക് കണ്ണുകളായിട്ട് ഉടക്കുന്നു. ഈശോ പറയുന്നു, ഇറങ്ങി വരാൻ, എനിക്ക് ഇന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് എന്നാണ് വചനം പറയുന്നത്. അവനെ വീട്ടിൽ സ്വീകരിച്ചു, സന്തോഷത്തോടെ സ്വീകരിച്ചു. തിടുക്കത്തിൽ അവൻ ഒട്ടനെ അനുസരിക്കുകയാണ്.
കർത്താവിൻ്റെ ഹിതമാരാഞ്ഞ് അതനുസരിക്കാനുള്ള ഒരു വെമ്പല് സക്കേവൂസിലുണ്ടായിരുന്നു. നാലാമത്തെ കാര്യം നമുക്കറിയാം, എൽ ഫോർ ലിസണിങ് എന്ന് പറഞ്ഞാൽ വെറും കേൾവിയല്ല കേട്ടോ ഇത്. ഈശോ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ സിക്കമൂർ മരത്തിൻ്റെ താഴെ നിന്ന് ഈശോ സക്കേവൂസിനെ കൂട്ടി സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന വഴി കുറേ സംസാരങ്ങളുണ്ടായി കാണും, സ്നേഹ സംഭാഷണം ഉണ്ടായി കാണും, കുറേ സുവിശേഷം പറച്ചിലുണ്ടായി കാണും, ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചിട്ടുണ്ടാവും. ഇത് സാഗൂതം കേട്ടു എന്നുള്ളതാണ് ലിസണിങ് എന്ന് പറയും. വെറുതെ കേട്ട് മറന്നു പോണ കാര്യമല്ല, അത് ശ്രദ്ധാപൂർവം കേട്ട് സാഗൂതം കേട്ട് അത് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതിൻ്റെ പേരാണ് ശ്രദ്ധ അഥവാ ലിസണിങ് എന്ന് പറയും. അതവൻ കേട്ടു. ഇത് ധ്യാനങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അതാണ് സക്കേവൂസ് ഇഫക്റ്റിലുണ്ടായ നാലാമത്തെ കാര്യം. അഞ്ചാമത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് നടക്കുന്നത്. അതായത് ഒരാഗ്രഹത്തിൻ്റെ, പിന്നെ അതിന് ശേഷം ഉണ്ടായ പരിശ്രമങ്ങളുടെ, പിന്നെ അവൻ അനുസരിച്ചതിൻ്റെ, പിന്നെ അവൻ ശ്രദ്ധാപൂർവം കേട്ടതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരുന്നു? പങ്കുവയ്ക്കലായിരുന്നു, ഷെയറിങ് ആയിരുന്നു. എസ് ഫോർ ഷെയറിങ്. അവൻ പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം, ഈശോ അവനിൽ നിന്ന് ആഗ്രഹിക്കുന്നതിൽ കൂടുതലാണ് പങ്കുവയ്ക്കുന്നത്. എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുക്കുന്നു. അത് അപാരമാണ്. ഇത് വലിയൊരു അപാരതയാണ്. അതായത് ഈശോയെ കാണാൻ ആഗ്രഹിച്ച് കാണാനുള്ള പരിശ്രമങ്ങൾ നടത്തി ഈശോയോട് അനുസരിച്ച് ഈശോയെ കേട്ട് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന വലിയ അപാരതയുടെ പേരാണ് പങ്കുവയ്ക്കൽ. ഈ ഒരു പങ്കുവയ്ക്കലിൻ്റെ ജീവിതശൈലിയാണ് നോമ്പ് കാലത്ത് ഞാനും നീയും സ്വന്തമാക്കേണ്ടതെന്ന് ഈശോ ഈ ഞായറാഴ്ച എന്നോട് പറഞ്ഞു തരികയാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ലേഖന ഭാഗത്ത് വായിച്ചു കേട്ടത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. 6-ാമത്തെ വചനമാണ്. എന്നിട്ട് പറയാണ്, കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ ഒന്നും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു ആഗ്രഹം ജനിക്കട്ടെ. ധനത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. നോക്കിയേ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള വലിയൊരു ആഗ്രഹം അവനെ എവിടെ എത്തിക്കും? പങ്കുവയ്ക്കലെത്തിക്കും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ, ഇന്നത്തെ പഴയ നിയമ വായന വളരെ മനോഹരമല്ലേ? പ്രഭാഷകൻ്റെ പുസ്തകം 31-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിലാണ് ധനത്തിൻ്റെ, സമ്പത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ, ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കും, അതേക്കുറിച്ച് ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കും. നോക്കി, ഒരാഗ്രഹം, ധനത്തെക്കുറിച്ച് അതിശ്രദ്ധ ഇല്ലാതിരിക്കുക എന്നുള്ളൊരാഗ്രഹം ഉണ്ടാകട്ടെ. എന്നിട്ട് മുന്നോട്ട് വരുമ്പോൾ 8-ാമത്തെ വചനത്തിൽ പറയും, കുറ്റമറ്റവനും സ്വർണത്തെ കാക്ഷിക്കാത്തവനുമായ ധനവാൻ അനുഗ്രഹീതനാണ്. അങ്ങനെയുള്ളവൻ ആരുണ്ട്? അവനെ ഞങ്ങൾ അനുഗ്രഹീതൻ എന്ന് വിളിക്കും. ഒരാഗ്രഹമാണ്. എങ്ങനെ? പങ്കുവയ്ക്കാനുള്ള ഒരാഗ്രഹം മനസ്സിൽ നേരത്തെ ഉണ്ടാകുന്നു. അത് ധനത്തിൻ്റെ വിനിയോഗത്തെയൊക്കെ അവനെ ബാധിക്കുന്നു. അവനെ അനുഗ്രഹീതൻ എന്ന് വിളിക്കുന്നതാണ് സൂചന. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിൽ കടന്നു വരുന്ന കുറേ ചിത്രങ്ങളുണ്ടാവും. ഇങ്ങനെ ആഗ്രഹത്തോടെ പരിശ്രമിച്ചിട്ട് അനുസരിച്ചിട്ട് ശ്രദ്ധാപൂർവം കേട്ടിട്ട് പങ്കുവയ്ക്കലിൻ്റെ ജീവിത ശൈലികൾ നടത്തുന്ന അനേകർ, പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട യുവതിയുവാക്കളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വിശ്വാസ പരിശീലന അധ്യാപകരായിട്ട് സേവനം ചെയ്യുന്ന നമ്മുടെ യുവതിയുവാക്കളുണ്ട്. നമ്മുടെയൊക്കെ KCYM, ജീസസ് യൂത്ത്, മറ്റു പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന യുവതിയുവാക്കളുടെ ജീവിതം ഒന്ന് എടുത്തു നോക്ക്. അവരൊക്കെ ഒരാഗ്രഹം, പല സ്ഥലത്തിലായിരിക്കും ജനിച്ചത്. ഒന്ന് കർത്താവിനെ ഒന്ന് നോക്കണം, ഒന്ന് കാണണം എന്നൊരാഗ്രഹം. ആ ആഗ്രഹം പിന്നെ പരിശ്രമങ്ങളായി. ഏതൊക്കെ സമയം അവർ ചിലപ്പോൾ അവർക്കുള്ള കഴിവുകൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു, ചിലപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, ചിലപ്പോൾ ഡിസൈനിങ് മേഖല ഉപയോഗിക്കുന്നു, ചിലപ്പോൾ സോഷ്യൽ വർക്കേഴ്സിൻ്റെ മേഖല ഉപയോഗിക്കുന്നു, ചിലപ്പോൾ ഡോക്ടേഴ്സും നേഴ്സസും ആണെങ്കിൽ ആ മേഖല അങ്ങനെ വിവിധങ്ങളായ പരിശ്രമങ്ങൾ നടത്തുകയാണ്. ഈശോയെ കാണാനുള്ള ആഗ്രഹത്തിൽ നിന്ന് പരിശ്രമങ്ങൾ ചെയ്തു. അപ്പോൾ ഈശോ പറയുന്ന അനുസരിക്കുന്നു. ഈശോയുടെ കൂടെ ഇരിക്കുമ്പോൾ ഈശോ പറയുന്ന അനുസരിക്കും.
എന്നിട്ട് കേൾക്കാനായിട്ട് ആരംഭിക്കും. ഈ കേൾക്കാനായിട്ട് ശാന്തമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കാം, ഗുരുക്കന്മാരുടെ അടുത്ത് പോകാം, ധ്യാനങ്ങളൊക്കെ അത് തന്നെയാണ്. അങ്ങനെ കേട്ട് ശ്രദ്ധാപൂർവം കേട്ട് ലിസണിങ്, ഏറ്റവും അവസാനം വളരെ സന്തോഷപൂർവ്വം അവൻ്റെ ജീവിതം പങ്കുവയ്ക്കാൻ തുടങ്ങും. എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിൽ കുറേ പേരുകൾ ഇങ്ങനെ വരുന്നുണ്ടാകും. ചിലപ്പോഴൊക്കെ ആ ലിസ്റ്റിൽ ഞാനും നീയും പെട്ടിട്ടുണ്ടാകും. നമുക്ക് ആഗ്രഹത്തോടെ തീവ്രതയോടെ ആഗ്രഹിക്കേണ്ടത് ആ ലിസ്റ്റിൽ ഇനിയും എന്നെ പെടുത്തണേ എന്നാണ്. ഒരു കുഞ്ഞ് സക്കേവൂസ് ആക്കണേ എന്നാണ്. ഒരു സക്കേവൂസ് ഇഫക്റ്റിന് നടക്കട്ടെ എന്നാണ്. അപ്പോൾ ആ സക്കേവൂസ് ഇഫക്റ്റ് നമ്മിലൊക്കെ നടക്കാൻ DEOLS എന്ന് പറയുന്ന ആ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ആഴമായ തീവ്രമായ ഒരാഗ്രഹം ജനിക്കട്ടെ, തീവ്രമായ എഫേർട്ടുകൾ, പരിശ്രമങ്ങൾ ഉണ്ടാകട്ടെ, വളരെ ഈശോയുടെ ഹിതമാരായുന്ന അനുസരണങ്ങൾ നടക്കട്ടെ, ശ്രദ്ധാപൂർവം കർത്താവിൻ്റെ ചാരയിരുന്ന് ശ്രദ്ധാപൂർവം കേൾക്കുന്ന മനസ്സുണ്ടാകട്ടെ, പങ്കുവയ്ക്കേണ്ട ജീവിതം ഞാനും നിങ്ങളും സ്വന്തമാക്കട്ടെ. അങ്ങനെ സുന്ദരമായൊരു നോമ്പ് നമുക്ക് അനുഭവിക്കാനിട വരട്ടെ. ഈശോനാഥൻ സക്കേവൂസിനെ കണ്ടതുപോലെ കേട്ടതുപോലെ ഈശോ കൂടെ നടന്ന് അവനെ ഒരു പുത്തൻ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ എന്നെയും നിങ്ങളെയും കൊണ്ടുവരട്ടെ. അതിനുള്ള കൃപാവരം ഈ ബലിയുടെ യോഗ്യതയിൽ നമുക്ക് ലഭിക്കട്ടെ. ആമേൻ.